ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ആമസോണിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വോൾ ഡെക്കോർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. സീറോ കോസ്റ്റിൽ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ഹോം മെയ്ഡായിട്ടും ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് സ്റ്റിക്കൊക്കെ വരച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ ചെയ്യുന്ന വീഡിയോ തൊട്ട് മുന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡെക്കോറിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 4 സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 സ്റ്റിക്ക് എടുത്തിട്ട് 4 ഇങ്ങനെ 2 എണ്ണത്തിൻ്റെ സൈഡിൽ 2 എൻഡുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. കോർണേഴ്സ് നമ്മൾ കറക്റ്റ് കോർണർ ടു കോർണർ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതിൽ കോർണർ ടു കോർണർ ആയില്ല കേട്ടോ. ഞാനത് വെച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് അതൊരു ഭംഗി കുറവ് പോലെ തോന്നിയത്. അപ്പോൾ നമ്മളത് ഊരിയിട്ട് വേറെ ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ കോർണർ ടു കോർണർ ചെയ്തെടുക്കാം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കണ്ടോ, കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 9 പീസാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതാ ഒരു സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ 4 കോർണറുകളിലും അടുത്ത സ്ക്വയർ വെച്ച് കൊടുക്കുക. അതാ ഈ കാണുന്ന പോലെ കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒട്ടിച്ചു കൊടുക്കരുതേ, ആദ്യം നമ്മളൊന്ന് വെച്ച് സെറ്റ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ലെവലാണോ എന്നൊക്കെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റ് 2 സൈഡിലോട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഒരു സ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗം മെഷർ ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് ഉള്ള ഒരു 2 സെൻറ്റിമീറ്റർ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത് കേട്ടോ. എന്നിട്ട് ആ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ആ 4 സ്റ്റിക്കുകൾ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ കണ്ടോ കറക്റ്റ് അത് ഒട്ടിയതിൻ്റെ കുറച്ച് മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. അതായത് ഗ്ലൂ ഗൺ ആകുമ്പോൾ ആ ഒരു ഇതിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ ഒരു ഇത് നിൽക്കില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം അപ്പം തന്നെ അതങ്ങ് വലിച്ചു കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പെർഫെക്ഷൻ കുറവായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് ഒന്ന് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്വയർ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മൾ എല്ലാത്തിനും ചെയ്യുന്നത് കേട്ടോ. 2 സ്ക്വയറുകളെ നമ്മൾ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇതേപോലെ കേട്ടോ. അപ്പോൾ മാർക്കിംഗ് ആദ്യം ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ആ മാർക്കിംഗ് തന്നെ എല്ലാത്തിലും കേട്ടോ മെഷർമെൻറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. 4 കോർണറുകളാണ് ഇതിന് വരിക. അതായത് 4 സ്ക്വയറുകൾ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ കണ്ടോ, സെൻറ്ററിൽ 4 പീസ് വെച്ചു. അതിനുശേഷം വീണ്ടും നമ്മൾ 4 പീസ് 4 സൈഡിലോട്ട് വെച്ചു. സെയിം ആണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് മനസ്സിലാവാനായിട്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ആമസോണിലും ബ്ലാക്കാണ് കണ്ടത്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മിറർ എടുത്തിട്ടുണ്ട്. ആ മിററെല്ലാം ഈ ഒരു സ്റ്റിക്ക് ജോയിൻ്റ് ആവുന്ന കോർണറുകളില്ലേ അവിടെ എങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ മിറർ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട, അതിനും ഒരു ഐഡിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉള്ള മിററൊക്കെ നമ്മൾ ഈ ഒരു കോർണറുകളിലൊക്കെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മുടെ ഫെവിക്കോളോ ഫെവിബോണ്ടോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിറർ നമ്മളുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ. അത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളുടെ നല്ലൊരു മിററും അതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മിറർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇതുപോലെ ചെയ്തെടുക്കുക എല്ലാ കോർണേഴ്സിലും. ഇനി നമുക്കൊന്ന് ഡെക്കോർ ചെയ്ത് കാണാം കേട്ടോ. കണ്ടോ, ഇതേപോലെ നമ്മുടെ വോളിൽ അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു വോൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1000 റുപ്പീസൊക്കെയാണ് കേട്ടോ ആമസോണിൽ, എബവ് 1000 ആണ് ഞാൻ കണ്ടത്. അപ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്തെടുത്തൂടെ. ഐസ്ക്രീം സ്റ്റിക്സും മിററും മേടിച്ചാൽ തന്നെയും അത്ര വിലയൊന്നും ആവില്ല കേട്ടോ. ചെറിയ വിലയ്ക്ക് നമുക്ക് മിററും ഐസ്ക്രീം സ്റ്റിക്സും മേടിക്കാനും കിട്ടുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മൾ ഐഡിയ പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.